ഹലോ, മാത്സ് ഫാമിലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ചക്കയപ്പം. അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. അതിന് നമുക്ക് ചക്ക വേണം, അരിപ്പൊടി വേണം, തേങ്ങ വേണം, ഏലക്ക വേണം, ശർക്കരയും വേണം. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചക്കപ്പഴവും തേങ്ങയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ അരച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അരിപ്പൊടി, അത് ഇതിലേക്ക് തട്ടി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. മാവ് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇലയിലേക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാഴയില കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇലയിലോട്ട് പരത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈ ആദ്യം ഒന്ന് വെള്ളത്തിൽ നനയ്ക്കണം. ഈ പരത്തുന്ന മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വലിയ ഉരുള തന്നെ എടുത്ത് ഇലയിലേക്ക് വെച്ചിട്ട് വെള്ളം തൊട്ടിട്ട് പരത്തുകയാണ്. നമ്മൾ പരത്തുന്നതിന് ഇടയിൽ തന്നെ ഇടയ്ക്ക് വെള്ളം തൊട്ടേക്കണം. ഇതാ ഞാൻ നല്ല വൃത്തിക്ക് പരത്തി അത്യാവശ്യം കട്ടിക്ക് പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇല രണ്ടായിട്ട് മടക്കി മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ എടുത്ത മാവിൽ എനിക്കൊരു 7-8 ചക്കയപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇലയിലെടുത്തിട്ട്. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരത്തുന്ന നേരം കൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ളിൽ ഞാൻ ഇഡ്ഡലിയുടെ തട്ട് തന്നെ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. എൻ്റെ വെള്ളം ചൂടായപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ചക്കയപ്പമൊക്കെ അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റ് അടുപ്പിൽ സിമ്മാക്കി വെച്ചിട്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ലോണം ആവി വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഞാൻ തീയൊക്കെ കുറച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തണുക്കുന്നത് വരെ കാത്തിരിക്കാം. ഇപ്പം എൻ്റെ ചക്കയപ്പമൊക്കെ നല്ലോണം തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല രസമുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇലയപ്പത്തിൻ്റെ ഇല നോക്കുമ്പോൾ തന്നെ നല്ലോണം തണുത്താൽ നമ്മുടെ ഇലയിലൊന്നും ഒട്ടാതെ തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. നല്ല സ്മെല്ലുമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോക്കി നോക്കണേ. എൻ്റെ ഒഫീഷ്യൽ ടെസ്റ്ററാണ് കേട്ടോ, അത് രേവൂട്ടിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് ചക്കയപ്പമൊന്നും അങ്ങനെ ഇഷ്ടമില്ല, ചക്കപ്പഴം കഴിക്കാനാണ് താല്പര്യം. എന്നാലും ഞാൻ പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരി ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.